കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21:12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യോഹന്നാൻ ശ്ലീഹായ്ക്ക് സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടായതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഒരു കാര്യം ഇന്നത്തെ ആദ്യ വായനയിൽ വ്യക്തമാണ്. നമ്മുടെ പാപത്തിന് ശിക്ഷയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് താല്പര്യപ്പെടാത്തവർ പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്തു പോയാൽ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് നമ്മുടെ പാപത്തിന് പരിഹാര പ്രവർത്തികൾ ചെയ്യണം. മാത്രമല്ല, മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥനയിൽ നമുക്ക് വളരാൻ പറ്റും. വളർച്ച ഉണ്ടാകണം. കാരണം സ്വർഗത്തിൽ നടന്നൊരു കാര്യം, അവിടെ എത്തിയവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ദൈവാരാധന. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് 3 ലെവലിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ തന്നെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരാകപ്പാടെ പ്രാർത്ഥിക്കാറുള്ളത് അവർക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, പ്രയാസം വന്നാൽ അവർ പ്രാർത്ഥിക്കും, തങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ്. അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ. അത് ഏറ്റവും താഴത്തെ ലെവലിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് വേണം നമ്മൾ കാണാൻ. നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം തരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥനയിൽ അല്പം കൂടി വളർന്നവരാണെങ്കിൽ ഈ ലെവൽ വിട്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ അവർക്ക് പറ്റും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം, ഒരു വരം പോലെ സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവർക്ക് കിട്ടുന്ന സമയമെല്ലാം അവർ പ്രാർത്ഥിക്കും. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനെയും അവരുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിക്കും. എവിടെയെല്ലാം അവരെക്കാൾ കൂടുതൽ സഹിക്കുന്ന വ്യക്തികളുണ്ടെന്ന് അവർക്കറിയാമോ, അവരെല്ലാം പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥന കൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ ഉയർന്ന ഒരു പ്രാർത്ഥനയാണ് സ്തുതിയാരാധന. നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ നാമം സ്തുതിക്കാത്തവർ, ദൈവത്തിൻ്റെ നാമം ഭയപ്പെടാത്തവർ ആരുണ്ട് എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ദൈവനാമം, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവഭയം, ദൈവഭക്തി എന്നിവ എന്താണെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 8:13 വായിച്ചാൽ, ദൈവഭക്തി തിന്മയെ വെറുക്കുന്നതാണ്. തിന്മയെ വെറുത്ത്, പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവഭയം. ഇനി ദൈവത്തെ അറിഞ്ഞ ആരാണ് അത് ചെയ്യാതിരിക്കുക? അതാണ് ദൈവവചനം നമ്മോട് ചോദിക്കുക. ഈ ദൈവാരാധനയിൽ സ്വാർത്ഥത ഒന്നുമില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവിടെ പറയണേ. സ്വാർത്ഥതയുടെ ഒരു അംശം പോലും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അതുപോലെ മനോഹരമാകുന്നത്. നിത്യരീതിയിലെ കുർബാനയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു പ്രാർത്ഥന. ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് കൂടുതലായി ഒന്നും കിട്ടുന്നില്ല.
ദൈവത്തിന് അധികമായി ഒന്നും കിട്ടുന്നില്ല. ഈ പ്രാർത്ഥന നമുക്ക് തന്നെയാണ് ഫലമുളവാക്കുന്നത്, നമ്മുടെ ആവശ്യമാണ്. അവർ യാഥാർത്ഥ്യം ഈ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പറയുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അസെൻഡ് ചെയ്യണം, നമ്മൾ മുകളിലേക്ക് നമ്മൾ ഉയരണം, യാത്ര ചെയ്യണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കുതിക്കുന്നതാണ് എനിക്ക് പ്രാർത്ഥന. എൻ്റെ ആത്മാവ് സ്നേഹത്തോടെ എൻ്റെ ദൈവത്തെ നോക്കിയിരിക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥന. അവിടെ തൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥനയിൽ വളരാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ നേട്ടമായിരിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് പഠിക്കാനും എടുക്കാനും ഒക്കെ അത്ര താല്പര്യമുള്ള കേസൊന്നുമല്ല. സഹനം, ത്യാഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനോട് വിമുഖതയാണ് പലപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത്. മിക്കവാറും പേരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ഐറ്റം ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാതിരുന്ന വല്ലോ ഗുലുമാല് വന്നെങ്കിലോ, പ്രാർത്ഥിക്കാതിരുന്ന വല്ലോ അപകടം വന്നെങ്കിലോ, അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന വ്യക്തികളെയും കാണാൻ പറ്റും. ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുക, സഹനം. നമുക്ക് ക്ഷമാപൂർവം സഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെയാണ് നിത്യജീവിതത്തിലേക്കുള്ള പാതയിൽ എത്താൻ പറ്റുക. ഇതാര് പറഞ്ഞാന്നറിയോ? വിശുദ്ധ കോളറ്റ്. അവർ പറഞ്ഞൊരു കാര്യം, ഈ വിശുദ്ധ പറഞ്ഞത് നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് ഒരു പാതയുണ്ടെങ്കിൽ അതാണ് ക്ഷമാപൂർവമായ സഹനം. സഹനം ബുദ്ധിമുട്ടുള്ള കാര്യമാണേലും ഒരുപാട് നേട്ടം അതിനകത്തുണ്ട്. പലരും സഹനം, മരണം ഇതൊന്നും കേൾക്കാൻ പോലും താല്പര്യപ്പെടാത്തവരാണ്. അതൊന്നും വേണ്ട. നമുക്ക് അതിനേക്കാൾ ഏതെങ്കിലും ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് വലിയ സൗഖ്യവും അനുഗ്രഹവും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്, ഉത്സാഹമാണ്. പക്ഷെ അതിനേക്കാൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ വളർച്ച വരണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് കാണാൻ സാധിക്കും, സഹനത്തിന് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടത്താൻ പറ്റും. ശുദ്ധീകരണം നടക്കാത്തതുകൊണ്ടാണ് ദൈവത്തെ കാണാനോ കേൾക്കാനോ രുചിച്ചറിയാനോ ഒക്കെ പലർക്കും പറ്റാതെ പോകുന്നത്. ഹെബ്രായർ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കണ്ടാൽ കണ്ടതിന് മുമ്പ് ജീവിച്ച പോലെ പിന്നീട് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തെ കാണണം, ദൈവത്തെ കേൾക്കണം, ദൈവത്തെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ വിശുദ്ധീകരണം ഏതെല്ലാം രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളത് അറിയാൻ സുഭാഷിതങ്ങൾ 20:31 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, മുറിപ്പെടുത്തുന്ന താഠന സഹനമാണ്. അത് ദുശീലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മെ സഹായിക്കും. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെപ്പോലും ശുദ്ധീകരിക്കും. പറയേണ്ടി ശുദ്ധീകരണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സഹനത്തിൻ്റെ പാത എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സഹനം നമ്മെ വളർച്ചയിലേക്ക് കൊണ്ടുവരും. വിശുദ്ധ ജിയാന്ന ബെറേട്ട അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹവും സഹനവും സൂര്യനും പ്രകാശവും പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വളരണോ, സഹനമെടുക്കാൻ തയ്യാറാകണം. സഹിക്കാൻ തയ്യാറാണോ, സ്നേഹത്തിൽ വളരാൻ സാധിക്കും. ആത്മീയ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുക. പരിശുദ്ധ അമ്മയെ അലങ്കരിച്ച ഒരു സ്വർഗീയ പുണ്യമാണ് നിരന്തരമായ ആശാനിഗ്രഹം. നമ്മുടെ ഇഷ്ടങ്ങളെ അതിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് പോലും പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആത്മീയ പക്വത പ്രാപിക്കാനും സ്വർഗത്തിൽ എത്താനുമുള്ള നമ്മുടെ പരിശ്രമം. മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും, സഹനത്തിലൂടെ നമുക്കുണ്ടാകുന്ന വലിയൊരു നേട്ടമാണ് നിത്യരക്ഷ. അത് ഒരുപാട് വചനഭാഗങ്ങൾ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22, അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. വീണ്ടും നമ്മൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം വായിച്ചാലോ,
വലിയ ക്ലേശങ്ങൾ, ദുരിതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചേക്കാം. പക്ഷേ അവിടെയെല്ലാം വിശ്വസ്തയോടെ നിങ്ങൾ തുടരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ജീവൻ്റെ കിരീടം ദൈവം അണിയിക്കും. നമുക്കായിട്ട് ഇത് എടുത്തങ്ങോട്ട് തലവെക്കാനൊന്നും പറ്റത്തില്ല. അതിന് നമ്മൾ ദൈവത്തിന് തലകുനിച്ചു കൊടുക്കണം. എളിമപ്പെട്ട് സഹനത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ അവരുടെ തലയിലേക്ക് ദൈവം വെച്ചു തരുന്നതാണ് ഈ ജീവൻ്റെ കിരീടം. ഇത്രമാത്രം സൽഫലങ്ങളുള്ള ഒരു കാര്യമാണ് ഈ സഹനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നടന്ന് നീങ്ങുന്നത്. മാസം മുഴുവൻ ആത്മീയ ഭോജ്യത്തിൽ ഈ ഒരു വിഷയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം അപ്പസ്തോലന്മാർ ഓരോരുത്തരും അവരേറ്റെടുത്ത സഹനം, അതുമൂലം അവർക്കുണ്ടായ രക്ഷ മാത്രമല്ല, അവരുടെ സഹനം മൂലം സഭ വളർന്നു, മറ്റുള്ളവർക്ക് നേട്ടമുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സുഖജീവിതത്തെക്കാൾ നമുക്ക് എത്രയോ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നവരായി മാറുക, ആത്മാക്കളെ നമ്മൾ നേടുന്നവരായി മാറുക. അതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് സഹിക്കാൻ സന്നദ്ധരാവുക. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ഒരുപാട് വ്യക്തികളിപ്പോൾ ഗോവയ്ക്ക് പോകുന്നുണ്ട്. പബ്ലിക്കായിട്ട് ആ അഴുകാത്ത ശരീരം മറ്റുള്ളവർക്കും കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ഹോട്ടലിൽ മുറി കിട്ടാൻ തന്നെ പാടാം. അത്രമാത്രം ആളുകൾ ഈ ഒരു കാര്യത്തിനായിട്ട് അവിടെ പോകുന്നുണ്ട്. ഈ പോകുന്നവരെല്ലാം ഫ്രാൻസിസ് സേവിയറിനെ പോലെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? അതോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് എൻ്റെ രോഗം മാറിക്കോളും, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം തീരും, എനിക്ക് പിന്നെ സുഖമായിട്ട് ജീവിക്കാം, എൻ്റെ വേദനകളെല്ലാം നീങ്ങിപ്പോക്കോളും, അതാണോ ലക്ഷ്യം? അതോ ഫ്രാൻസിസ് സേവിയറെ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കാനാണോ അവർ ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം പ്രാർത്ഥിച്ചു തന്നെ, കർത്താവേ ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. എനിക്ക് വേണ്ടത് എൻ്റെ ആത്മരക്ഷ, എനിക്ക് വേണ്ടത് എല്ലാവരുടെയും ആത്മരക്ഷ. അതിന് ത്യാഗമെടുക്കണോ, സഹനമെടുക്കണോ, ഞാനതിന് റെഡിയാണ്. അപ്പം അതുകൊണ്ട് ബാക്കിയെല്ലാം എൻ്റെ സുഖമോ സൗകര്യങ്ങളോ ഒക്കെ നീ എടുത്തു മാറ്റിയാലും അതിലൂടെയെല്ലാം ആത്മാക്കളെ നേടാൻ എനിക്ക് സാധിക്കണം. ഇതൊക്കെ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരുമാതിരിയെങ്കിലും വളർച്ച വന്നവർക്ക് ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പേരെയെങ്കിലും സഭയ്ക്ക് ആവശ്യമാണ്, യേശുക്രിസ്തുവിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് മഗ്ദലന ദേപ്പാസി പറഞ്ഞത്, ലോകത്തിൽ നിന്ന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർ. കർത്താവേ, ഞാൻ അതിന് റെഡിയാണ്. എനിക്ക് ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം, കാരണം ഈ ഭൂമിയിലെ സഹനങ്ങളുള്ളൂ. ആ സഹനങ്ങളെടുത്ത് കാഴ്ചവെക്കാൻ എനിക്ക് ദീർഘായുസ് തരണം, സഹിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ് ഈ വിശുദ്ധ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുവാനും അതിലൂടെ മറ്റുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ നൽകുന്നവരായിട്ട് മാറുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുയർത്തണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.